ഇന്നത്തെ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ പ്രമോകൾ വന്നപ്പോഴും കലിപ്പനായ ലാലേട്ടനേക്കാളേറെ ഏറ്റവും സൗഹൃദപരമായ ഒരു എപ്പിസോഡാണെന്നാണ് തോന്നുന്നത്. കാരണം വളരെ ഫണ്ണായ ഒരു എപ്പിസോഡ്. ഇന്ന് കേരളപ്പിറവി ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ അതിനോടനുബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ നെവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് കേരളം രൂപപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നവംബർ 1 കേരളപ്പിറവിയായിട്ട്. അപ്പം നമ്മുടെ നെവിൻ, അത് ലാലേട്ട മറ്റേ പരശുരാമനില്ലേ, പരശുരാമൻ മഴുവോ അതോ കോടാലി ഏതാണ്ട് എറിഞ്ഞപ്പോൾ അപ്പോൾ ലാലേട്ടൻ എന്നാ നീ ഇരിക്കുന്നു പറയും. അതിനുശേഷം അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളെ ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാ നിൽക്കുമ്പോൾ അനുമോൾ, അത് ലാലേട്ടൻ മറ്റേ താടിയുള്ള മുണ്ടും മടക്കിയൊക്കെ കുത്തി നടക്കുന്ന ഒരു ചേട്ടനില്ലേ, ആ ചേട്ടനെ. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ചേട്ടൻ ചോദിക്കുക, ഓക്കെ ആദ്യത്തെ മലയാളത്തിലെ നോവൽ ഏതാണെന്ന് ചോദിക്കുന്നത്. അനീഷ് മോൻ പറ, അനീഷ് മോനോ അല്ല അനീഷ് പറ എന്ന് പറയും. അനുമോൾ എന്നുള്ളതിൽ നിന്ന് ലാലേട്ടനെ അനീഷ് മോൻ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ അത് ലാലേട്ട ഒരു സ്ത്രീയുടെ പേരാണെന്ന് എനിക്കറിയാം. ഓ ഇപ്പോൾ സ്ത്രീകൾ മാത്രമേ മനസ്സിലുള്ളല്ലോ അല്ലേ, വേറെ ആരും അനീഷിൻ്റെ മനസ്സിലില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു എപ്പിസോഡ്. എല്ലാവരോടും അതിനെപ്പറ്റിയുള്ള ചരിത്രമൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട്, കേരളമേ നിങ്ങൾ ഇവരോട് ക്ഷമിക്കും, ഞാൻ ഇവരോട് ചോദിച്ചത് ഞാൻ മാപ്പ് പറയരുത്, കാരണം ഇവർക്കൊന്നും അറിയില്ല, ഇവർക്കൊന്നും അറിയാത്തവരാണെന്നൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, അനുമോൾ എന്താണ് കിച്ചണിൽ പ്രശ്നം, അനുമോൾ എന്നും കിച്ചണിൽ കയറിയ പ്രശ്നമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് സാബുമാനോട്, എന്നാൽ സാബുമാനിൽ നിന്ന് തുടങ്ങാം. സാബുമാൻ എന്താണ് പയറിൻ്റെ പ്രശ്നം, അതിലല്ലേട്ടോ എന്നോട് അനുമോൾ പറഞ്ഞു ഇത്രയും കഴിച്ചാൽ മതി. പക്ഷേ അന്നത്തെ ആ എപ്പിസോഡിൽ അനുമോൾ ഏകദേശം നന്നായിട്ട് തന്നെ നമ്മുടെ എന്താ പറയുക സാബുമാനെ പയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ മാത്രമല്ലല്ലോ വീട്ടിലുള്ളത്, അപ്പോൾ കുറേ പേരുണ്ടായിരിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അനുമോൾ പറഞ്ഞു നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നതാണ് പ്രശ്നം. പക്ഷേ കൊടുത്തത് ആര് ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചിട്ട് ഇവർ പറഞ്ഞതേ പിടിച്ച് നമ്മുടെ ആതിരയാണ് ഒരു വയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ആതിര അത് ഏറ്റുപിടിച്ചാണ്, അത് അത്രയും പ്രശ്നമായി. ശരിയാണ്, പിന്നെ എന്താണ് അവിടെ കണ്ടക്ട് ഉള്ളത്. ഈ ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒട്ടും എപ്പിസോഡിൽ ഒന്നും തന്നെ കണ്ടിട്ടുകളുണ്ടായിരുന്നില്ല. അനീഷിൻ്റെയും അനുവിൻ്റെയും പ്രശ്നമല്ല പ്രോബ്ലം അത് തന്നെയല്ല, എൻ്റെ വേറൊന്നും നമുക്കങ്ങനെ പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല ഒരു എപ്പിസോഡിൽ. അപ്പോൾ ഇപ്പോൾ വീക്കെൻഡിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ കണ്ടൻറ്റുകൾ കൂടുതൽ വരുന്ന കുറച്ച് ആൾക്കാരുകൾ ഇതേ കിച്ചന് അല്ലെങ്കിൽ അങ്ങനെ എടുത്തുന്നത്. അപ്പം നെവിനോട് ചോദിക്കണം, നെവിൻ പറയാം ഇതിനൊരു പ്രോബ്ലം സൊല്യൂഷൻ വേണം, ഇതിന് ഇത് പറയാൻ പറയുമ്പോഴത്തേക്ക് നെവിൻ പറയണം, അല്ലേട്ടാ കിച്ചൺ പൂട്ടണം എന്നിട്ട് നിങ്ങൾ ഫുഡ് തന്നാൽ മതി, അപ്പോൾ പിന്നെ പ്രശ്നമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇല്ല ടാസ്കുകളും കൂടെ നിർത്തണമല്ലോ അല്ലേട്ടാ, ടാസ്കിൻ്റെ പേരിൽ വഴക്കുണ്ടാകാറുണ്ട് ഇവിടെ. അപ്പോൾ ടാസ്കുകളോട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ പ്രശ്നങ്ങളേ ഉണ്ടാവില്ല. സത്യമാണ്, ഫുഡില്ലെങ്കിൽ പിന്നെ അവിടെ കണ്ടന്റ് ഇല്ല, ടാസ്കുകളില്ലെങ്കിൽ പിന്നെ അവിടെ വഴക്കില്ല, പിന്നെ എന്ത് പറഞ്ഞ് വഴക്ക്. പണ്ട് പിള്ളേർ പറഞ്ഞോളൂ, നീ എന്നെ പിച്ചി, നീ എന്നെ മാന്തി, നീ എനിക്ക് ലിപ്സ്റ്റിക്ക് തന്നില്ല, അല്ലെങ്കിൽ നീ എന്നെ അത് ചെയ്തില്ല, നീ കൂടുതലെടുത്തു, അല്ലെങ്കിൽ കഴിച്ചില്ല, നീ തന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലേ കാര്യമുള്ളൂ. അപ്പോൾ നെവിൻ ഇത് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു എപ്പിസോഡിലാണ് കണ്ടത്.